ലത സഞ്ജീവ് വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCRTയുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ 3ാമത്തെ യൂണിറ്റിലെ നടന്ന് പിന്നെ പറന്ന് എന്ന യൂണിറ്റിലെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഠത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അണക്കെട്ടിൻ്റെ മുകളിൽ കൂടെ കുട്ടികൾ നടന്നു. താഴേക്ക് നോക്കുമ്പോൾ വളരെയധികം താഴ്ചയിലാണ് കാണുന്നത്. അതുപോലെ അണക്കെട്ടിൻ്റെ ഒരു സൈഡ് നീല ജലാശയം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. വേണമെങ്കിൽ അതിൽ ബോട്ടിങ്ങും ഒക്കെ ഉണ്ടാവാം, അറിയില്ല. അതുപോലെ നീലാകാശത്തിൻ്റെ പ്രതിഫലനം വെള്ളത്തിൽ കണ്ടു. അവരങ്ങനെ നടന്ന് വീണ്ടും അതിൻ്റെ ലാസ്റ്റ് എത്തിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഇനിയാണ് ആ കാഴ്ച കാണാനുള്ളതെന്ന് പറഞ്ഞ് അവരെ എവിടെ ചെന്നു? അണക്കെട്ടിൻ്റെ അടിയിൽ ചെന്നു. അണക്കെട്ടിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഇളം തണുപ്പൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് എന്താണ് ഭയങ്കര ഒരു സർപ്പശിരസ് പോലെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു ഭീകരമായ ഒരു രൂപം, ആനന്ദവും ഒപ്പം അതിശയവും അവരിൽ മനസ്സിലേക്ക് ഉളവാക്കി അല്ലേ. അണക്കെട്ട് നമ്മൾ കൂട്ടുകാർ കൂടി നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്ത ഒരു പ്രതീതി ലഭിക്കുന്നില്ലേ? നിങ്ങൾക്കറിയാം കൂട്ടരെ, നമ്മൾ ഈ സഞ്ചാര സാഹിത്യത്തിനുള്ളൊരു പ്രത്യേകത എന്തെന്നറിയോ? നമ്മൾ യാത്രാ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിമിഷം, അതായത് ഈ വായനയിൽ നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ ആ പോകുന്നത് നമ്മളും അവരുടെ ഒപ്പം തന്നെ കാണുമെന്ന്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ SK പൊറ്റക്കാടിൻ്റെ കുറേ രചനകളുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അല്ലേ. യാത്രാ വിവരണങ്ങളുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സഞ്ചാരം എന്നൊരു TV ഇതുണ്ടല്ലോ, ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതായത് നാടുകളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ കാണാം. അത് നമുക്ക് കാണാം, കാഴ്ചയിലൊക്കെ കണ്ടുപോകാം. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കാണാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനൊക്കെ വളരെ സമയമെടുത്ത് കണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ. വളരെ ഇഷ്ടത്തോടെ ഇന്നും വളരെ ഇഷ്ടമാണ്. പക്ഷെ അവിടെ മറ്റൊരു കുഴപ്പമല്ല, വേറൊരു ചില നഷ്ടങ്ങൾ നമുക്കവിടെ സംഭവിക്കും. അതായത് പുസ്തകം വായിക്കുന്ന നേരിട്ട് കാഴ്ചകൾ കാണുന്നൊരു വളരെ സുഖമാണ്. കാര്യം നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല, അവിടെ അങ്ങനെ പറ്റത്തില്ലെന്നല്ല, ചിലപ്പോൾ പോകാൻ പറ്റിയില്ലാത്തവർക്ക് പോലും ആ സ്ഥലത്ത് ചെന്നുപെട്ട ഒരു പ്രതീതിയാണ് നമ്മൾ അങ്ങനെയുള്ള യാത്രാ വിവരണങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നത്. പക്ഷേ വായന അങ്ങനെ അത് മാത്രമല്ല, വായനയിൽ നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാഷയുടെ ആ സൗന്ദര്യം മനസ്സിലാക്കാം, ശൈലികൾ മനസ്സിലാക്കാൻ സാധിക്കും. വായന എന്ന ആ ഒരു നല്ല ശീലം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇപ്പം മറ്റേ പത്രവായനയ്ക്കൊക്കെ നല്ല ഇതായിരുന്നു, എല്ലാവരും പത്രം അരിച്ചു പെറുക്കി വായിക്കുന്ന. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾ ടെലിവിഷനിലൂടെ ന്യൂസൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ പത്രവായനയോടുള്ളൊരു താല്പര്യം നമുക്ക് കുറച്ച് പേർക്കൊക്കെ നന്നായിട്ട്, ഒരുപാടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 1-2% ആളുകൾ ഈ വായനയിൽ നിന്നൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുസ്തകം വായിക്കുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. ഒരു ദേശത്തിൻ്റെ കഥ, ബാലിദ്വീപ്, അങ്ങനെ ഒരുപാട്, നൈൽ ഡയറിയൊക്കെ, ഇതുപോലുള്ള ഒരുപാട് നാടുകളെ സന്ദർശിച്ചുള്ള ഈ രചനകളൊക്കെ നമ്മൾ വായിച്ചു നോക്കണം. സ്ഥലങ്ങളിൽ നമ്മൾ പോയ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. നമ്മളാണ് അവിടെ ഇതെല്ലാം കാണുന്നതെന്നുള്ള അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഭാഷാശൈലി പുസ്തകം വായിച്ച് നേടുന്ന ഒരറിവ് വേറെ എവിടെ നിന്നും കിട്ടില്ല. നമുക്കൊരു കാര്യമല്ല കിട്ടുന്നതിൽ നിന്ന്. ഭാഷയുടെ പ്രയോഗങ്ങൾ, ശൈലികൾ, അതുപോലെ അക്ഷരത്തെറ്റ് വരാതെ നമുക്ക് എഴുതാൻ സാധിക്കും. വ്യാകരണങ്ങൾ മനസ്സിലാകും, ഒരു പദം എങ്ങനെ പ്രയോഗിക്കണം എന്ന്. അതുകൊണ്ട് വായനയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, എല്ലാം നല്ലതാണ്, മോശമെന്നല്ല പറയുന്നത്. പക്ഷേ വായന ഒരുപടി മുന്നിലാണ്. വായന എന്നുള്ള ആ ഒരു ശീലം നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ യാത്രാ വിവരണങ്ങളൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അതുപോലെ ഇവിടെ തന്നെ നമ്മളിപ്പോൾ നേരെ അണക്കെട്ടിൽ പോയ ഒരു അനുഭവമല്ലേ നമ്മൾ ഈ പാഠത്തിലൂടെ നമുക്ക് കിട്ടിയത്. ഈ പാഠം വായിച്ചു കഴിഞ്ഞതുപോലെ ഞാനീ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾ 2-3 ആവർത്തി ഈ പാഠം വായിക്കുക, ഇതിനകത്തെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുക, ചില സാഹിത്യ വരികളൊക്കെ അല്ലേ, പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പാഠത്തിൽ നമുക്ക് വളരെ വളരെ നല്ലൊരു പാഠമാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അധികവും, ഈ 3ാമത്തെ യൂണിറ്റിൽ അധികവും ഇതുപോലെയുള്ള സഞ്ചാര കഥകളാണെന്നുള്ളതാണ്. ഇപ്പോൾ പാഠഭാഗം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെല്ലാം ഈ പാഠം കുറേ പ്രാവശ്യം വായിക്കണേ. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കണ്ടെത്തുകയും വേണം. അതുപോലെ ഈ ഒരു യാത്രാനുഭവം, നിങ്ങൾ എവിടെയെങ്കിലും പോയ ശേഷം ഒരു യാത്രാനുഭവം എഴുതി വെച്ചാൽ, ഇപ്പോൾ എല്ലാം മൊബൈലിൽ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണല്ലോ എല്ലാം നമുക്ക്. പക്ഷേ എന്നിട്ടതെല്ലാം വ്ലോഗാക്കുക, അങ്ങനെയൊക്കെയാണ് നാട്ടു നടപ്പനുസരിച്ച്, അങ്ങനെയാണ്. അതിലുപരി നിങ്ങളൊന്ന് എഴുതി വെക്കുക, ഇതെല്ലാം ഒന്ന് ഒരു ചെറിയ നോട്ട് കുറിക്കുക. എത്ര സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വിനോദയാത്ര പോകുമ്പോൾ ഇത്ര മണിക്ക് ഇറങ്ങി,
ഇന്ന ഇത്ര മണിക്ക് ഇന്നടത്തിയെന്ന് എന്നാൽ എഴുതാറില്ലേ, അതുപോലെ എവിടെ യാത്ര പോയാലും അതിൻ്റെ ഒരു നോട്ട് കുറിച്ച് വെക്കുക. അത് വളരെ നല്ല ഒരു ഭാവിയിൽ നിങ്ങളെല്ലാം ചിലപ്പോൾ ഓരോ എഴുത്തുകാരോ അങ്ങനെ സാഹിത്യരചന തൽപരരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് യാത്രാനുഭവങ്ങൾ എഴുതി സൂക്ഷിക്കുക, വളരെ നല്ലതാണ്. ഇവിടെ സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന ഈ ഇതിൻ്റെ എഴുത്തുകാരൻ, ഈ പാഠഭാഗം രചിച്ച ആള്, അദ്ദേഹത്തിൻ്റെ രചനയാണ് സുസ്മേഷ് ചന്ദ്രോത്ത്. വളരെ നല്ലൊരു പാഠമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുട്ടികൾക്കെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളെന്തായാലും ആഗ്രയിലെ താജ്മഹലിനെ കുറിച്ച് നമ്മൾ കുറേയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിൻ്റെ കുറേയൊക്കെ വിവരങ്ങളും അതിൻ്റെ ഭംഗിയൊക്കെ മനസ്സിലായില്ല. അപ്പോൾ ഇനിയും ഇടുക്കി അണക്കെട്ട് കാണാത്തവരൊക്കെ